സിനിമാ കാര്യങ്ങൾ തുടക്കം കുറിച്ചത് വെടിമരുന്നിന്റെ തട്ടകത്തിൽ. ചലച്ചിത്രത്തെ ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ചവട്ടമാക്കുന്നതിൽ ഈ വിഭാഗം വഹിക്കുന്ന പങ്കിനെ വിശദമായി പരിശോധിച്ചു. എങ്ങനെയാണ് ഈ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ആളുകൾ ചോര ചീറ്റിക്കൊണ്ട് വെടിയേറ്റ് വീഴുന്നത്? ഇത് ഗൺ നവീൻ എന്ന ഗൺ മാസ്റ്ററുടെ വീടിന് മുകളിലെ പരീക്ഷണ കളരി. സിനിമയിലെ നിരവധി വൻ സ്ഫോടനങ്ങളുടെയും വെടിവെപ്പുകളുടെയും സൂത്രധാരനാണ് ഈ യുവാവ്. തോക്ക് ചൂണ്ടിയൊരു കഥാപാത്രം വെടിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ തോക്കിലുള്ള ഒരു ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് തോക്കിനകത്തിരുന്ന് പൊട്ടുകയാണ് ചെയ്യുന്നത്. വെടി കൊള്ളുന്ന ആളുടെ ചെസ്റ്റിൽ ഒരു ബുള്ളറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഇതാണ്. ഇതിൽ ഒരു ബുള്ളറ്റ് ഈ ദേഹത്ത് ഇട്ടിട്ടുള്ള വസ്ത്രത്തിന് വയ്ക്കും. ലാറ്റക്സിനകത്ത് ബ്ലഡ് നിറച്ച് അത് കെട്ടി അത് ഷർട്ടിനകത്ത് ടേപ്പ് ചെയ്ത് ഒട്ടിക്കും. അതിനോട് ചേർന്ന് ഈ ബുള്ളറ്റ് കണക്ട് ചെയ്യും. 1, 2, 3. ഏറ്റവും അവസാനം ആക്ഷൻ സിനിമകളിലെ ഏറ്റവും പുതിയ ചിത്രമായ പുതിയ മുഖം വരെ ചെയ്ത ഗൺ മാസ്റ്റർ ഗൺ രാജേന്ദ്രൻ സാറിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ. നമസ്കാരം. മിനിയേച്ചർ പോലെ ചെയ്യുമ്പോൾ ഇത് ബാറ്ററിയാണ്. ഇത് ബാറ്ററി കണക്ഷൻ. ഇതിൽ 10 നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ചെറിയ ഒരു മിനിയേച്ചർ ഈ ബിൽഡിംഗ് പോലെ വലിയ ബിൽഡിംഗ് ഉണ്ട്. അത് ബിൽഡിംഗ് ചെറുതാക്കി നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലത്തെ ചെറുത് ഇങ്ങനെ വച്ചിട്ട് അതിനെ പറ്റിയ ഒരു 10 മില്ലി 20 മില്ലി 50 മില്ലി ഇതിന് കുറച്ച് പെട്രോൾ ബ്ലാസ്റ്റിംഗ് വേണം. അപ്പോൾ ഇത് ടെക്നിക്കൽ മാറിപ്പോയി. ഇപ്പോൾ ഏകദേശം എല്ലാ ജോലികളും നമുക്ക് ഈസി ആക്കി. രണ്ട് സെല്ല് ബാറ്ററി മതി. ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഇവിടെ പൊട്ടിക്കലും ബോംബ് പൊട്ടിക്കലും എല്ലാം ചെയ്യാൻ നമുക്ക് റിസ്ക് ഇല്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു ബ്ലാസ്റ്റാണ്. ആ ചെറിയ ബ്ലാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പൗഡറാണ്. One, two. പഴയ കാലത്ത് ഒരു വാഹനത്തിന് ബോംബ് പൊട്ടുകയെന്ന് വെച്ചാൽ വണ്ടി അവിടെ തന്നെ ചത്ത പോലെ കിടക്കുന്നു. പുതിയ സിനിമകളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ഫയർ ഉണ്ടാവുന്നതിന് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ട് ആ ഗ്യാസിന്റെ പൈപ്പ് ഓപ്പൺ ചെയ്യും. ഇത് പൊട്ടുകയും ഈ ഗ്യാസ് ഓപ്പൺ ആവുകയും ചെയ്യുമ്പോൾ ഈ ഗ്യാസാണ് ഈ വണ്ടിയെ മുകളിലേക്ക് പറത്തുന്നത്. ഒരു സിനിമയുടെ പിറവിക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരാരൊക്കെയാണ്, ഒപ്പം അതിൻ്റെ സാങ്കേതികതയുടെ ഒരു അറിവ് പകരലിനപ്പുറത്ത് ചിലപ്പോഴൊക്കെ ഉള്ളിൽ തട്ടുന്ന ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൻ്റെ കാലഭേദങ്ങളെക്കുറിച്ച് കൂടി സിനിമാ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു തിയേറ്ററിൽ വന്നിരിക്കുന്ന പ്രേക്ഷകൻ മിനിമം പാലിക്കേണ്ടുന്ന മര്യാദകൾ അവരെ പഠിപ്പിക്കുക കൂടിയാണ് ഇൻഡയറക്റ്റായി ഇതുകൊണ്ട് സാധ്യമാവുന്നത്. ഇക്കാര്യത്തിൽ അനന്തപത്മനാഭനും ലാൽ ജോസും തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. ഫൈറ്റ് എന്തിനും അവിടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്ക് ഒന്നിനും തന്നെ സ്റ്റണ്ട് മാസ്റ്ററൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉള്ളതല്ലേ സ്റ്റണ്ട് മാസ്റ്റർ ഇല്ലയെന്ന് മാത്രമല്ല ഡാൻസ് മാസ്റ്റർ ഉണ്ട്, ഇപ്പം ഇല്ലായിരുന്നു. അസൽ നാടൻ സ്റ്റൈലിൽ അടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ജോസ് പ്രകാശുമായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റണ്ടിൻ്റെ സീക്വൻസ് എടുക്കാനുള്ളപ്പോൾ മേനോസാർ എന്ന് പറയുന്ന ആൾ നമുക്ക് ആറ്റുതീരത്തെ സ്റ്റണ്ടാണ്. അപ്പം അത് ചോദിച്ചു ആരാ മാഷ്? അപ്പോൾ മാഷില്ല. മാഷില്ലേ? മാഷല്ല എങ്ങനെ? അല്ല മാഷില്ല തന്നെയല്ല, ഡ്യൂപ്പും ഇല്ല. അത് കൊള്ളാം, ഡ്യൂപ്പും ഇല്ല മാഷും ഇല്ല. നമ്മളെങ്ങനെ സ്റ്റണ്ട് എടുക്കുന്നത്? അതായത് ആശംബരം എടുത്താൽ മതി. പഴയ കാലത്തിലെല്ലാം ഇപ്പോൾ പഞ്ച് പണ്ണുമ്പോൾ பவுடர் போட்டு அதெல்லாம் பண்ணு. அதனால இப்போ வந்து நம்ம கேஸ் எல்லாம் யூஸ் பண்ணது. இப்போ என்னோட படம் ஜாஸ்தி ஆக்ஷன் ஃபிலிம்ஸ் பண்ணல. அதனால எனக்கு இது ரொம்ப அற்புதம் தான். இப்போ ப்ளோயர் கம்ப்ரஸர்னு சொல்லுவாங்க. அது வந்து யூஸ்வலாக வந்து ஹில்லில் வந்து ஹோல் போடுறதுக்கு பாம்பு ஃபிக்ஸ் பண்ணுவாங்க இல்லையா, மழை வெடிக்கலாம் அங்கே யூஸ் பண்ணுறது. அது போல் ப்ளோயர் நம்ம சிலிண்டர்லேயும் இப்போ லேட்டஸ்ட் அப்போ பீட்டர் பண்ணும்போது வந்து அது ஸ்டார்டிங் பீரியட் நமக்கு ஆர்மர் ஆஃப் காட்னு ஒரு ஜாகிஜான் படம் இருக்குது. அந்த படத்தோட கிளைமேக்ஸில் வந்து அதை யூஸ் பண்ண மேக்கிங்கில் வரும். அது அதை பார்த்துட்டு தான் நாங்களாம் டிசைட் பண்ணி இது பண்ணலாம் நல்லா இருக்குன்னு சொல்லி பண்ணியாச்சு. ரோப் யூஸ் பண்ணுவோம், இப்போ நிறைய கேபிள்ஸ் நிறைய யூஸ் பண்ணோம். ஈவன் நான் புதிய முகமில் பார்த்தீங்கன்னா லாஸ்ட்டில் பாலா வந்து ஒரு 10 ஃப்ளோர்லேருந்து போய் கீழே விழுகிற மாதிரி ஒரு ஷாட் இருக்கும். அதெல்லாம் ஹையர் பாம்பேலேருந்து ஹையர் பண்ணி ரோப்பெல்லாம் எடுத்துகிட்டு வந்தாச்சு.
ஸோ அது போல் ரோப்ஸ் வரும்போது தைரியமாக பண்ணலாம். நம்ம எவ்வளோ ஹைட்லேருந்து വേണം ധൈര്യமாக കുതിക്കണം. സ്ഫോടനം എന്ന വലിയ സിനിമയിൽ ഞാൻ ഒരു മതിലെടുത്ത് ചാടാൻ പറഞ്ഞു ഡൂപ്പിന് വയ്ക്കാമായിരുന്നു. മതിലെടുത്ത് ചാടി എൻ്റെ കാലിന് ഫ്രാക്ചറായി. ശേഷം ഞാൻ കാലിന് വെച്ചാൽ ആ പ്രായമായതുകൊണ്ടൊക്കെ അങ്ങനെ പിൽക്കാലത്ത് ഒരു വിധപ്പെട്ട ഈ പറഞ്ഞ പോലെ എൻ്റെ മൂക്കിൻ്റെ ഈ ഭാഗം ഇടിഞ്ഞിട്ടൊരു പീസ് പോയി. ഇപ്പോഴും ആ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റിയിട്ടില്ല. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. പിന്നെ അതിന് മെനക്കെട്ടുമില്ല. 10 വർഷമായിട്ട് എൻ്റെ ഇടത്ത് കാലിൻ്റെ ഒരു ലിഗമെൻ്റ് പോയി. അതായത് ഒരിക്കലും അത് ഇറിപ്പയറബിളി പോയി. കുട്ടിക്കാലത്ത് സിനിമയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഓരോ സിനിമ കാണുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ സിനിമ എന്ന കലാരൂപം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനെന്തെല്ലാം സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ഗുരുക്കന്മാരോ അതല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് ഇന്ന് സിനിമയെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വളരെ ലളിതമായും വളരെ രസകരമായും അത് സിനിമാ കാര്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതൊരു നടൻ്റെ പാടവത്തോടെ ലാൽ ജോസ് അത് അവതരിപ്പിക്കുന്നുണ്ട്. ഒരേ സമയം വിജ്ഞാനപ്രദവും അതുപോലെ തന്നെ വിനോദവുമാണ് ഈ സിനിമാ കാര്യങ്ങൾ.